ഹായ് വെൽക്കം ടു ഈസി എക്സൽ. കഴിഞ്ഞ വീഡിയോയിൽ ഡേറ്റാബേസ് ഫംഗ്ഷൻ ആയിട്ടുള്ള DSum ഫംഗ്ഷൻ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നായിരുന്നു പറഞ്ഞത്. ഇനി അതിൻ്റെ ബാക്കിയായിട്ട് DAVERAGE ഫംഗ്ഷനും DCOUNT ഫംഗ്ഷനും അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഇവിടെ ആദ്യം നമ്മൾ ആ ഒരു ഡേറ്റ അതിൻ്റെ ഹെഡിങ്സ് ഉണ്ടല്ലോ, ആ ഒരു ഹെഡിങ്സിനെയാണ് ലേബൽസ് എന്ന് പറയുന്നത്. ആ ലേബൽസിനെ നമ്മൾ കോപ്പി ചെയ്തിട്ട് അത് വേറൊരു സെല്ലിലേക്ക് പേസ്റ്റ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, നേരത്തെ വീഡിയോയിൽ ചെയ്തതാണ്. അതിവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മൾ ക്രൈറ്റീരിയ കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ കണ്ടീഷൻ എന്താണോ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്, DSum ഫംഗ്ഷൻ്റെ ഇത് ചെയ്തതാണ്. ആദ്യം നമുക്ക് DAVERAGE ഫംഗ്ഷൻ ചെയ്യാം. ഇവിടെ ഫോർമുല ബാറിൽ FX എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഇൻസേർട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്ന വിൻഡോ ആണ് വരുന്നത്. അതിനകത്ത് കാറ്റഗറി സെലക്ട് ചെയ്യാം. അതിനകത്ത് ഡേറ്റാബേസ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കിടക്കുവാണ്. താഴെ ഈ കൊടുത്തേക്കുന്നതാണ് ഡേറ്റാബേസിൻ്റെ ഫങ്ഷൻസ്. ഇതിനകത്ത് നമുക്ക് ഈ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പം ഇവിടെ DSum ഇതാണ് നമ്മൾ നേരത്തെ ചെയ്തത്, നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്. ഇനി ഇവിടെ DAVERAGE എന്ന് പറയുന്നത് ഏറ്റവും മുകളിലായിട്ട് ആദ്യത്തെ ആണ് ഈ DAVERAGE എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ്ങും താഴെ കൊടുത്തിട്ടുണ്ട്. DAVERAGEന് DSumൻ്റേത് പോലെ തന്നെ 3 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്: ഡേറ്റാബേസും ഫീൽഡും ക്രൈറ്റീരിയയും. പിന്നെ averages the values in a column in a list or database that match conditions you specify. അപ്പം നമ്മൾ പറയുന്ന ആ ഒരു കണ്ടീഷൻ അനുസരിച്ച് ആ ഒരു കോളത്തിനകത്തെ വാല്യൂസിൻ്റെ ആവറേജ് ആണ് ഇവിടെ ഈ DAVERAGE വെച്ച് കണ്ടുപിടിക്കുന്നത്. ഇനി ഓക്കെ കൊടുക്കാം. അപ്പം DAVERAGE ഫംഗ്ഷൻ്റെ ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സ് വിൻഡോ ആണിത്. ഇതിനകത്ത് അതിൻ്റെ 3 ആർഗ്യുമെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് അവിടെയാണ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ആദ്യത്തെയാണ് ഡേറ്റാബേസ്. ഇവിടെ ഡേറ്റാബേസ് എന്ന് പറയുന്നത് ഈസ് ദി റേഞ്ച് ഓഫ് സെൽസ് ദാറ്റ് മേക്സ് അപ്പ് ദി ലിസ്റ്റ് ഓർ ഡേറ്റാബേസ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡേറ്റ എന്താണോ ആ ഒരു ഡേറ്റ ഫുള്ളായിട്ടുള്ള ആ ഡേറ്റേനെയാണ് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഡേറ്റാബേസിൻ്റെ അവിടെ ഈ ഒരു ഡേറ്റ മുഴുവനായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ അടുത്താണ് ഫീൽഡ്. ഫീൽഡ് എന്ന് പറയുന്നത് എയ്തർ ദി ലേബൽ ഓഫ് ദി കോളം ഇൻ ഡബിൾ കൊട്ടേഷൻ മാർക്സ്. അപ്പോൾ ഇത് നമ്മൾ ഏത് കോളത്തിൻ്റെ ആവറേജ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ ഒരു കോളത്തിൻ്റെ ലേബൽ, അതായത് അതിൻ്റെ ഹെഡിങ്, അതാണ് ഇവിടുത്തെ ഫീൽഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വണ്ണാണ് ക്രൈറ്റീരിയ. അതെന്ന് പറയുന്നത് റേഞ്ച് ഓഫ് സെൽസ് ദാറ്റ് കണ്ടെയ്ൻസ് ദി കണ്ടീഷൻസ് യു സ്പെസിഫൈ. നമ്മൾ പറയുന്ന കണ്ടീഷൻ ഉള്ള ആ ഒരു റേഞ്ച് ഓഫ് സെൽസിനെയാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആ ഒരു കണ്ടീഷൻ അതെന്താണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ആദ്യം DAVERAGE ഫംഗ്ഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു സെല്ലിൽ DAVERAGE ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ടോട്ടൽ സെയിൽസിൻ്റെ ആവറേജ് ആണ് കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ ടോട്ടൽ സെയിൽസ് എന്ന് കൊടുക്കാം. അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, വെറുതെ അറിയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി അതിൻ്റെ തൊട്ടടുത്തുള്ള സെല്ലിലാണ് ആവറേജ് കാണാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആ ഒരു സെല്ല് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തും ചെയ്യാൻ പറ്റും. അപ്പം അതിനായിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ആദ്യം ഈക്വൽ സൈൻ ഇടണം. അതിനുശേഷം DAVERAGE എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ നമ്മൾ ഓപ്പൺ പാരാന്തസിസ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ആ 3 ആർഗ്യുമെൻറ്റ്സ് വന്നിട്ടുണ്ട്: ഡേറ്റാബേസും ഫീൽഡും ക്രൈറ്റീരിയയും. ആദ്യം നമ്മൾ ഡേറ്റാബേസ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഒരു കോമ ഇടണം. ഇനി അടുത്ത ഫീൽഡാണ്. ഇവിടെ ഫീൽഡ് എന്ന് പറയുന്നത് എനിക്ക് ടോട്ടൽ സെയിൽസിൻ്റെ ആവറേജ് ആണ് കാണേണ്ടത്. അതുകൊണ്ട് ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്ന ആ ഒരു ലേബൽ സെലക്ട് ചെയ്യുക. അത് F2 ആണ്, അത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഒരു കോമയും കൂടി ഇടണം. എന്നിട്ട് അടുത്തത് ക്രൈറ്റീരിയ. ഇവിടെ എനിക്ക് ടേബിളിൻ്റെ ടോട്ടൽ സെയിൽസിൻ്റെ ആവറേജ് മാത്രം കണ്ടാൽ മതിയെങ്കിൽ ഇവിടെ തൊട്ടടുത്തായിട്ട് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തായിരുന്നല്ലോ, അതിൻ്റെ താഴെ ഐറ്റംസിന് താഴെയായിട്ട് ടേബിളിൽ നിന്ന് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു. ആ ഒരു ഐറ്റംസും ടേബിൾസും ആ ഒരു 2 സെല്ലാണ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ക്രൈറ്റീരിയയുടെ ഭാഗത്ത്. എന്നിട്ട് എൻ്റർ അടിക്കാം. ഇപ്പം ആ ഒരു ടേബിളിൻ്റെ മാത്രം
ടോട്ടൽ സെയിൽസിൻ്റെ ആവറേജാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി ഒന്നുകൂടെ നോക്കാം. ഇനി എനിക്ക് മാർച്ചിലെ സോഫയുടെ മാത്രം ആവറേജ് കാണണമെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ തന്നെ ചെയ്യാം. അതിനായിട്ട് ആദ്യം നമ്മൾ ഈ ഐറ്റംസിന് താഴെയായിട്ട് ആ ടേബിളിൽ നിന്നുള്ളത് മാറ്റിയിട്ട് സോഫ എന്നാക്കാം. അതിനുശേഷം എവിടെയാണോ നമുക്ക് ഏത് സെല്ലിലാണോ ഈ ഒരു ആവറേജ് വേണ്ടത് അവിടെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് FX ബട്ടൺ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇവിടെ DAVERAGE എന്നുള്ളത് ഓക്കെ കൊടുക്കാം. എന്നിട്ട് ഡേറ്റാബേസ് ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫീൽഡാണ്. ഇവിടെ എനിക്ക് മാർച്ചിലെയാണ് വേണ്ടത്. അതുകൊണ്ട് മാർച്ചിൻ്റെ ആ ഒരു ഹെഡിങ്, ആ കൊടുത്തേക്കുന്ന ഹെഡിങ് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്താണ് ക്രൈറ്റീരിയ. ഇവിടെ എൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സോഫയുടെ മാർച്ചിലെ സെയിൽസാണ് വേണ്ടത്. അതുകൊണ്ട് ഐറ്റംസും സോഫയും ആ 2 സെല്ല് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കിനും നമുക്കതിൻ്റെ ആവറേജ് ഇവിടെ കിട്ടി. ഇനി DCOUNT ഫംഗ്ഷൻ എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം DCOUNT എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഐറ്റംസിൽ സോഫ, ചെയർ ഈ 2 എണ്ണത്തിൻ്റെ കൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ അതിനായിട്ട് ആദ്യം നമുക്ക് ആ ഒരു സെല്ല് സെലക്ട് ചെയ്യാം. എന്നിട്ട് അവിടെ ഈക്വൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് DCOUNT അടിച്ചു കൊടുക്കാം. എന്നിട്ട് ആദ്യം ഡേറ്റാബേസ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഫീൽഡ്. ഇവിടെ ഫീൽഡ് നമുക്ക് ഈ ലേബൽസിൽ ഏതെങ്കിലും ഒന്ന് ടോട്ടൽ സെയിൽസ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ ഐറ്റംസിൽ സോഫ, ചെയർ ഈ മൂന്ന് സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോഴത്തേക്കിനും ഇവിടെ ആൻസർ കിട്ടി 12. സോഫയും ചെയറും രണ്ടും കൂടെ 12 എണ്ണമാണുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് DAVERAGE ഫംഗ്ഷനും DCOUNT ഫംഗ്ഷനും ഉപയോഗിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്